kindly give a brief explanation about the Kartika Deepam lamp lighting issue at Tiruppurankundaram Hill in Tamil Nadu. How old is the dispute? Is the current Tamil Nadu High Court verdict a victory of Hindus? തമിഴ്നാട് വിധി ഹിന്ദുവിൻ്റെ വിജയമല്ല, നീതിയുടെ വിജയമാണ്. നീതിയുടെ വിജയമാണ്. അത് ആരുടെയും വിഭാഗത്തിൻ്റെ പരാജയമോ വിജയമോ അല്ല. മറിച്ച് ആ കോടതി വിധി നീതിയുടെ ന്യായത്തിൻ്റെ വിജയമാണ്. ഏതായാലും ചിദാനന്ദപുരസ്വാമിയുടെ ഉള്ളിൽ ഒരു കച്ചവടക്കാരനുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പോകുന്നില്ല. മറിച്ച് ആ കച്ചവടക്കാരനൊരു പരസ്യം പറയാൻ പോവുകയാണ്. ഈ പ്രാവശ്യത്തെ അദ്വൈതാശ്രമം സത്സംഗം മാസിക എല്ലാവരും ചില്ലാനം കൊടുത്ത് മേടിക്കുക. അതിലെ മുഖ്യലേഖനമായിട്ട് ഈ വിഷയമാണ് സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കൂട്ടത്തിൽ ദർശനം ചെയ്തിട്ടില്ലാത്തവരൊക്കെ തിരുപ്പരംകുൻട്രം ക്ഷേത്രത്തിലൊന്ന് പോയി ദർശനം ചെയ്യുക. ഈ കൂട്ടത്തിൽ എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിയില്ല, ഇപ്പൊ ചോദിക്കുന്നുമില്ല. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്തവർ ധാരാളം കാണും. അവിടുന്ന് കേവലം 6 കിലോമീറ്ററേ ഉള്ളൂ. വലിയ ഒരു മലയിൽ ആ മല തുരന്നുണ്ടാക്കിയ അതിമനോഹരമായ ശില്പഭംഗികളുടെ ഒരു പരാകാഷ്ഠയായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. അതിനോട് ചേർന്ന് ശിവപാർവതിമാര്, ആഞ്ജനേയസ്വാമി തുടങ്ങിയവരെല്ലാം ഉണ്ട്. ഗണപതിയുണ്ട്. മുഖ്യ ദേവതയായിട്ട് സുബ്രഹ്മണ്യനാണ്. ആ അതിമനോഹരമായ ക്ഷേത്ര സങ്കേതം കണ്ടാൽ മനസ്സിലാകും എത്രമാത്രം അത് പ്രാചീനമാണെന്നും എത്രമാത്രം സമർപ്പണാത്മകമായ ഭാവത്തോടുകൂടി നിർമ്മിക്കപ്പെട്ടതാണെന്നും. പിന്നീട് ഇസ്ലാമിക ഭരണ സന്ദർഭത്തിൽ അതിനോട് ചേർന്ന് ദർഗ സ്ഥാപിക്കപ്പെട്ടു. ആ ദർഗ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം എത്ര കാലം അസ്വാരസ്യമുണ്ടായി, എത്ര കാലം സ്വാരസ്യമുണ്ടായി എന്നൊന്നും അറിയില്ല. പല അവകാശവാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. അനേക ദശകങ്ങളായി തർക്ക വിഷയമാണ്. കാരണം അവിടെ മാത്രമല്ല, പൊതുവെ കാർത്തിക ദീപം എന്നുള്ളത് ധർമ്മത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ, തപസ്സിൻ്റെ പരാകാഷ്ഠയായി, വിജയമായി, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യസ്വാമിയുടെ ഉപാസനയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ആചരിക്കപ്പെടുന്നതാണ് തമിഴ്നാട്ടിൽ വിശേഷിച്ചു. അപ്പൊ അവിടെ ആ ദീപം സ്ഥാപിക്കുന്നതിനായിക്കൊണ്ടും അനേകം സ്ഥാനങ്ങളുണ്ട്, ഒട്ടനവധി സ്ഥാനങ്ങളുണ്ട്. ആ ദീപ ജ്വാലനത്തിന് ക്ഷേത്രം എന്നുള്ള ചുരുങ്ങിയൊരു പരിധിക്കുള്ളിൽ മാത്രം അനുവാദം നൽകുകയും ഒരു കാലത്ത് സുബ്രഹ്മണ്യസ്വാമിയുടെ മൊത്തം സങ്കേതമായി മാനിക്കപ്പെട്ടിരുന്ന ആ പാറയിൽ മുഴുവനായിട്ട് സാധ്യമല്ല, അത് മതവിരോധമുണ്ടാക്കും എന്നുള്ള നിലയ്ക്ക് പ്രശ്നങ്ങൾ വരികയും ഉണ്ടാക്കി തീർത്തതാണ്. ആരുണ്ടാക്കി തീർത്തു? ഹിന്ദു ധർമ്മം മലേറിയ പോലെ, ഡെങ്കു പോലെ നശിപ്പിക്കപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞവര്. അല്ല, ദർഗയുടെ ആൾക്കാരല്ല, ദർഗയുടെ പ്രവർത്തകർ പറഞ്ഞിട്ടില്ല. വിളക്ക് കത്തിക്കരുതെന്ന് ദർഗയുടെ പ്രവർത്തകർ പറഞ്ഞിട്ടില്ല. എന്നാൽ അത് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ കുത്തിത്തിരിപ്പുണ്ടായതിൻ്റെ ഫലമായിട്ട് ആണ് ഇപ്പോൾ തർക്കം രൂക്ഷമായതും സ്ഥിതിഗതികളെല്ലാം ഏകാംഗ കമ്മീഷൻ എന്നുള്ള നിലയ്ക്ക് പഠനവിധേയമാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിറക്കിയത്. അതും ഹൈക്കോടതി ഉത്തരവിറക്കിയത് അവിടെ ക്ഷേത്രത്തിൽ എല്ലായിടത്തും
പ്രത്യേകിച്ച് എവിടെ ദീപം ജ്വലിപ്പിക്കണമെന്ന് അവിടുത്തെ ഭക്തന്മാര് ആഗ്രഹിച്ചുവോ സങ്കല്പിച്ചുവോ അവിടെ ദീപം ജ്വലിപ്പിക്കാം. അത് ദീപത്തൂണാണ്, ആ ദീപത്തൂണിൽ ദീപം ജ്വലിപ്പിക്കാം എന്ന് വിധിച്ചു. അതുകൊണ്ട് അത് ഹിന്ദുവിൻ്റെ വിജയമോ മുസ്ലിമിൻ്റെ വിജയമോ ഹിന്ദുവിൻ്റെ പരാജയമോ മുസ്ലിമിൻ്റെ പരാജയമോ അല്ല, അത് നീതിയുടെയും ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും വിജയമാണ്. ഇതാണ് പറയാനുള്ളത്. അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ അതൊരു വൈകാരിക വിഷയമായി നമ്മളാൽ ഉയർത്തി കാണിക്കപ്പെടും. അതല്ല വേണ്ടത്.